ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു എന്നാ വന്നിട്ടുള്ള നമ്മളൊരു ഈദ് ഡേ വ്ലോഗ് ആയിട്ടാ. സ്വാഭാവികം രാവിലെ എണീച്ച് കുളിച്ചിട്ട് പള്ളിയിൽ പോകണം. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ പള്ളിയിൽ പോകില്ല, കുറച്ച് ആൾക്കാർ പള്ളിയിൽ പോകും. ഞാൻ ഈ ഗേൾസിന്റെ കാര്യം പറയുന്നേ. ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോകല്ലേ ഇനി. പക്ഷെ ഇവിടെ എത്തേരം ഇവിടെ ആര് എങ്ങനെയാന്നൊന്നുമില്ല, എല്ലാരും പള്ളിയിൽ പോകും. നമ്മളിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് ഈ തറാവി അതേപോലെ ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് പള്ളിയിൽ പോയാലേ നമുക്ക് ശരിയാവുള്ളൂ. ഏകദേശം ഒരു 5:30 നമസ്കാരം. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ ഇറങ്ങിയെങ്കിലും നമ്മൾ നേരെ വൈകി എത്തി. അതുകൊണ്ട് നമ്മൾ പള്ളിന്റെ പുറത്തുനിന്ന് നിസ്കരിച്ചേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങിക്കണം. എല്ലാരും തക്ബീറൊക്കെ ചെല്ലുണ്ടായിന്. നമ്മൾ മെല്ലെ തക്ബീറൊക്കെ ചെല്ലി നമ്മൾ നേരെ വിട്ട്. അടുത്ത പിന്നെ അതേക്ക് വേറെ വയ്ക്കും, ഞാൻ വേറെ വയ്ക്കും. ഞാൻ നേരെ നമ്മളെ ലേഡീസിന്റെ ഏരിയക്ക് വിട്ടിക്കണേ. ഞാൻ ലേഡി ആണല്ലോ. ശരിക്കും കഴിഞ്ഞ ഇത് ഭയങ്കര തട്ടിക്കൂട്ടി ഇതേനി. വലിയ പെരുന്നാൾ നമ്മൾ കുറച്ച് മുമ്പ് അറിയെങ്കിലും ചെറിയ പെരുന്നാൾ നമ്മൾ അന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഒന്നും ഒരുങ്ങൂല. നമുക്കൊക്കെ ഉണ്ടാവും ക്ലീനിങ് അടിക്ക് A to Z കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പെരുന്നാൾ അങ്ങനല്ലേ. ഇനി പെരുന്നാൾ തലേന്ന് തന്നെ രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിനു. അതുകൊണ്ട് വലിയ സുഖമായി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി അടുത്തതായിട്ട് ഫോട്ടോഷൂട്ട്. ഞാനും ആദ്യമൊക്കെ പെരുന്നാൾ ഡ്രസ്സിലിട്ട് ഞാനൊരു അബായ ഇട്ട് അതേക്ക് ഒരു മാക്സി കന്തൂറ്. ഞങ്ങൾ വിചാരിച്ചു ഉച്ചയൊക്കെ ഒന്ന് മാറ്റി ഇറങ്ങി ഫോട്ടോ എടുക്കാന്ന്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒന്നും ഒരുങ്ങി ഇറങ്ങാനുള്ള ടൈമില്ലേ ഇനി. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് അബായ ഇട്ട് ഇറങ്ങി. ഞങ്ങളിപ്പോ ആദ്യമൊക്കെ അസീബിനെ മാത്രമേ കാണാനുണ്ടാവും. ഇതിന്റെ ചുറ്റും ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കല്, ഒരു സ്റ്റാറ്റസ്, ഒരു സ്റ്റോറി, അതൊരു നിർബന്ധം. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു സുന്നത്ത് പോലല്ലേ, അതന്നെ ഏത്. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വിട്ടാണ്. ഇവിടെ ഒരു ഗാർഡൻ സെറ്റപ്പാ. ഇവിടെ നമ്മള് മാങ്ങ, തേങ്ങ, മൾബറി എല്ലാ സാധനവും ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 2 മാസത്തോളം ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉള്ള എനിക്ക് ഓർമ്മയില്ല ഇനിയും. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ മനസ്സിലായി ചുറ്റിനും ഇഷ്ടംമാതിരി കാണാണ്ട്. ഇവിടാണ് ഒരുവിധം എല്ലായിടത്തും നമുക്ക് ഫ്രീ എൻട്രി ഫീ ഇല്ല. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് നേരെ റൂമുക്ക് പോകുമ്പോ ലത്തീഫിനെ കണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞ നമ്മള് നേരെ റൂം കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്തിനു ഫ്രൂട്ട് സലാഡ് നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പൊ ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കേനി. മാങ്ങക്ക് ഭയങ്കര ആരെന്നല്ലേ ആരോന്നാരോ ആ സംഭവം. എന്തായാലും നമ്മള് മാങ്ങ ഒഴിവാക്കി ബാക്കിയുള്ളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്ത് അതിനുശേഷം നമ്മള് രാവിലത്തെ ഫുഡ് അടി പ്ലാനിങ് പത്തിരി ഉണ്ടാക്കി ബീഫ് കറി പുറത്തുനിന്ന് വാങ്ങിയേനി. അതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കണ്ട നമുക്ക് പുറത്തുനിന്ന് വാങ്ങാന്ന്. കാരണം ഞാൻ പത്തിരി ഉണ്ടാക്കി പഠിച്ചു തുടങ്ങണേ ഉള്ളൂ. ആ ടൈമിൽ കുറെ ടൈം പോകുന്ന ആദ്യമൊക്കെ അറിയാം. കൊച്ചു കള്ളൻ പരിപാടി കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം പോയി ഉറങ്ങിനി. പിന്നെ എണീച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിക്ക് പോയി. അതിന്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സ് അലക്കാണ്ടിനി അതുകൊണ്ട് ചിക്കിട്ട് നമ്മളൊരു പ്ലാനിങ് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചിനി ഗീ റൈസും ചിക്കൻ കറി അതേപോലെ ചിക്കൻ ഫ്രൈയും പപ്പടവും ഇനിയും. അങ്ങനെ ഉണ്ടാക്കാനുള്ള ടൈം ആയപ്പോ ആദ്യമൊക്കെ മെല്ലെ പറഞ്ഞു നമുക്ക് ചിക്കൻ മസാല നമുക്കൊരു ബിരിയാണി ആക്കിയാലോ. അങ്ങനെ നമ്മളെ കൊണ്ടാവണ പോലെ നമ്മൾ ബിരിയാണിയും സെറ്റ് ആക്കി, നമ്മൾ ഫ്രൂട്ട് സലാഡും സെറ്റ് ചെയ്ത് വെച്ച്. ഇതാക്കണം നമ്മളെ മസാല. കുറച്ച് ഗ്രേവി ടൈപ്പ് ഉണ്ട്. ചിക്കൻ കറിയാന്ന് കണ്ടാൽ തോന്നും, പക്ഷെ നമ്മളെ ചിക്കൻ മസാല ആണ്. ഇതാക്കണം നമ്മളിവിടെ നമ്മളെ തൈരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തൈര് ഇഷ്ടമല്ല, എന്താ എനിക്കറിയില്ല. പിന്നെ നമ്മള് പപ്പടം പൊരിച്ച് നമ്മള് നേരെ ഫുഡ് ഒക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പൊരേന്നുണ്ട് നമ്മളെ ഉമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ തീരല്ല. തീരെ കഴിക്കാൻ പറ്റൂല ചോദിച്ചാൽ കഴിക്കാൻ പറ്റും, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത്ര എത്തൂലെന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് ദുബായ് കിട്ടാലോ പറഞ്ഞേരം ഞാൻ അതിന്റെ കൂടെ പിടിച്ച് എന്തായാലും പോണോന്നായി. ഇപ്പൊ കാർ എടുത്ത് പോവാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ എത്തൂല. ഞാൻ നമ്മളെ കാർ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ബസ്സിലായിട്ട് പോയി. ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് ബസ്സിൽ പോണേ. അങ്ങനെ ആ പുതിയമായിട്ട് കഴിഞ്ഞു. എന്തായാലും ഇത് വെച്ചിട്ട് നിങ്ങൾ ബസ്സിൽ പോണാണ് ഏറ്റവും നല്ലത്. ഇതിലാണെങ്കിൽ എല്ലായിടത്തും കാണാൻ കഴിയും, കാറിലാണ് നമ്മൾ എല്ലാം കാണാൻ പറ്റൂല എന്നാണ് എന്റെ ഒരു നിഗമനം. ഇതല്ല ഇത് ഡ്രസ്സ് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങി. ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇടയിലും കൊടുക്കാം. ആദ്യമൊക്കെ സെയിം കഴിഞ്ഞിട്ട് എടുത്തിനെ. നമ്മൾ ബസ്സിലായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ട് ഒരു ചായ കുടിച്ച് അതിന്റെ കൂടെ ഒരു കുണാഫ കഴിച്ചു. കുണാഫ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഇനി അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് ബുർജ് ഖലീഫിന്റെ അടുത്ത് എത്തണ്ടേ. ഏത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. ഞാൻ എന്തിനാ വല്ല ബാഗിന്റെ വീഡിയോ എടുത്തേ, ചിലപ്പോ ഞാൻ പോണത് എടുക്കാൻ വേണ്ടിട്ട് എടുത്തിരിക്കും. അതന്നെ എനിക്ക് ഈ പരിപാടി ഒന്നും വലിയ വശമില്ലാത്തോണ്ട് തന്നെ ഞാൻ ഓല് ചെയ്യണോ നോക്കി ചെയ്തേനി. കാർഡ് തിരിച്ചിടണോ മറിച്ചിടണോ എന്നുള്ള പേടിയിൽ ഞാൻ പോയിനി. പിന്നെ നമ്മള് നേരെ മെട്രോ കാർഡ് കയറി. ആരെന്നെ നോക്കിയേ. മെട്രോന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഭയങ്കര തിരക്കേനു. അത്യാവശ്യത്തിനും അനാവശ്യമായിട്ടും ആൾക്കാരുണ്ട് ഇനി ഞങ്ങളെ പോലെ. നമ്മള് മെട്രോന്ന് നേരെ ഇറങ്ങി നമ്മളിങ്ങനെ നടക്കുമ്പോ നമ്മള് ദുബായ് മോളിലൊക്കെ എത്തും. എങ്ങനെയാന്ന് അതിന്റെ ഒരു ഇത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ? സ്ക്രീൻ അല്ലാതെ ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണ എന്താ വെച്ചാല് നമ്മളിവിടെ LED സ്ക്രീനിന്റെ വർക്കാ ചെയ്യുന്നത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ ഓരോരോ കുട്ടികളെ എന്ത് രസാ കാണാന്. അതിന് പകരം ഇവര് നോക്കിക്കൊണ്ടിരിക്കണ ഫുൾ LED സ്ക്രീൻ. അവിടെ കൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, വലിയ നല്ല മക്കളാണ്. ഞാനാണെങ്കിൽ ആട്ട് കേറിപ്പോ എന്തോരെണ്ണോ എന്ത് രസം ഓരോരുത്തരെ കാണാനും അറിയോ. നമ്മളിങ്ങനെ ഓരോരോ റീൽസിൽ കാണല്ലേ ഈ ഗേൾസിന് വേണ്ടിട്ട് ഗേൾസ് എന്നാ നോക്കാന്ന്. സത്യമാണ്, നമ്മൾ നോക്കിപ്പോ കണ്ടാ നോക്കിപ്പോവും. ഞാൻ അങ്ങനെ ആദ്യമൊക്കെ പറയുന്നേ അതേക്ക് എല്ലായിടത്തും ഉള്ള സുന്ദരിമാരായ എല്ലാ പെണ്ണുങ്ങളും ഇവിടെ ആണോ വന്നിക്കണേന്ന്. അതിന് മാത്രം ഉണ്ടേനി. നമ്മള് നേരെ വിട്ട് നമ്മള് ബുർജ് ഖലീഫ ആണ്. ബുർജ് ഖലീഫ കണ്ട് നമ്മൾ അയിലയിലും ചിറ്റി. ഇവിടെ ഉണ്ട് കുറെ എണ്ണം. ഇവിടെ ഞാൻ 2-3
2-3 ഷോർട്ട് വീഡിയോസിനുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുർജ് ഖലീഫയൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച്. ഇതൊരു സ്വീറ്റ്സിന്റെ ഷോപ്പാ. ഇത് നമ്മൾ ദുബായ് മാളിൽ തന്നെ വരണേ. ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആടുന്ന സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കി കണ്ടു വാങ്ങുക. അമ്മാതിരി പ്രൈസ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ആണ്ട് നിങ്ങൾ നോക്കിയിട്ടും കണ്ടിട്ടും വാങ്ങുക. ഏത് ഇവിടെ നമുക്കൊരു ഹോം ടൂർ ആയാലോ? ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനും ആദ്യമൊക്കെയും ഇവിടെ എവിടെ പോയാലും വാങ്ങിയതായിരുന്നു. കാലിഫോർണിയ. അതെ, ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളായിരുന്നു. മറന്നു പോയി. ഇത് നമ്മൾ എവിടെ വാങ്ങി? ഇത് ഞങ്ങളൊരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്താ. ഇതാണ് നമ്മളെ സെറ്റപ്പ് വരുന്നേ. ഇനി നമ്മളെ ഏതെടുത്താലും 20,000. നമുക്ക് ഉണ്ടാക്കി കൊടുക്കല്ലേ? നമുക്ക് 50 റുപ്യ കൊടുക്കാം. ഇതാണ് നമ്മളെ ഹോള് വരുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. ഇവിടെയുള്ള ഓരോരോ പെണ്ണുങ്ങളെ സൗന്ദര്യം നോക്കുമ്പം ഇവരിവിടെ നോക്കുന്നത് LED സ്ക്രീനിന്റെ സൗന്ദര്യം. ഞാൻ പെണ്ണുങ്ങളെ സൗന്ദര്യം നോക്കുന്നു, LED സ്ക്രീനിന്റെ സൗന്ദര്യം നോക്കുന്നു. നിങ്ങൾ അവിടെ കിടക്കുന്ന കൊട്ടയ്ക്ക് കണ്ടോ? നമുക്ക് വയനാട്ടിൽ പോയാൽ നമുക്കൊരു 50-60 റുപ്യ കിട്ടും. 350 പറയും. നമ്മളെ നാട്ടിലത്തെ ഏകദേശം ഒരു 8-9 റുപ്യ വരും. എന്റെ കൂടെ ഉണ്ടോ? നമുക്ക് അതിന്റെ ഒരു ബിസിനസ് തുടങ്ങാൻ. ഇവിടെ പെട്ടെന്നൊരു സംഭവം നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഈ സാംസങ്ങിന്റെ ഇവരിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവര് സെർച്ച് ചെയ്തിട്ട് സ്ലോ ആണ്. സബ്സ്ക്രൈബ്ഡ് ഗായ്സ്, താങ്ക് യു. ഇനി ഇത് മെല്ലെ ഡിലീറ്റ് ചെയ്യാം. ഇനി ഓല് കയറിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്താലോ? വേണ്ട, ഡിലീറ്റ് ചെയ്യണ്ട. ഇനി വേറെ ആരോ പ്രസ് ചെയ്താലോ? പറയാനുള്ള നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിന് മുമ്പും പിന്നെ നോക്കണ്ട, ഞാനും ആദ്യമൊക്കെ എനിക്ക് വേണ്ടിട്ട് കുറെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുള്ള കഴിയണം പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി. ഏത് അങ്ങനെ ദുബായ് മാളെ കുച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമുക്ക് തിരിച്ചു പോവാം, കാരണം കാല് ഒരു പണി ആയിക്കണം. സത്യം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അമ്മ അതിരി കൊയ്യിങ്ങനെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.